ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947 6976. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പരിശീലനത്തിനിടെ വെടിയേറ്റ് മരിച്ച NCC കേഡറ്റ് ധനുഷ് കൃഷ്ണയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. കുടുംബത്തിന് ധനസഹായവും സഹോദരിക്ക് ജോലിയും പരിഗണനയിലെന്ന് മന്ത്രി. ആര്യങ്കാവ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധനാ ദിവസം വരുമാനം 3 ഇരട്ടിയായി വർദ്ധിച്ചു. വിഷരഹിത പച്ചക്കറി ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങല. വാർത്തകൾ വിശദമായി. NCC പരിശീലന ക്യാമ്പിനിടെ വെടിയേറ്റു മരിച്ച ധനുഷ് കൃഷ്ണന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ ധനുഷിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽസിൽ വെച്ച് NCCയുടെ പരിശീലന ക്യാമ്പിനിടെ വെടിയേറ്റു മരിച്ച പത്തനാപുരം മാലൂർ ശ്രീഹരിയിൽ NCC കേഡറ്റ് ധനുഷ് കൃഷ്ണന് നാടിന്റെ കണ്ണീരിൽ പൊതിഞ്ഞ ആദരാഞ്ജലികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച 5 മണിയോടെ അമ്മ രമാദേവിയുടെ തറവാട്ട് വീടായ മലപ്പുറം എടക്കര കൌക്കാട്ട് വാഗൻകോണത്ത് വീട്ടിലെത്തിച്ച ധനുഷ് കൃഷ്ണയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് പുലർച്ചെ 4:30 പത്തനാപുരം മാലൂരിലെ സ്വവസതിയിലെത്തിച്ചു. നാടിന്റെ നാനാഭാഗത്തുനിന്നും നൂറുകണക്കിന് ആളുകളാണ് ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന ധനുഷിനെ ഒരു നോക്കു കാണുവാനായി മാലൂരിലെ വസതിയിൽ തുടർന്ന് 9 മണിയോടെ ധനുഷ് പഠിക്കുന്ന വിദ്യാലയമായ മാലൂർ MGTMHSൽ പൊതുദർശനത്തിന് വെച്ചു. പ്രിയ സഹപാഠിയുടെ വേർപാടിൽ പൊട്ടിക്കരയുന്ന കൂട്ടുകാരുടെ കാഴ്ചകളായിരുന്നു ഏറെയും കാണാൻ സാധിച്ചത്. അധ്യാപകരടക്കം വൻ ജനാവലിയാണ് ധനുഷിനെ അവസാനമായി ഒരു നോക്കു കാണുവാനായി സ്കൂളിലും പരിസരത്തുമായി തടിച്ചുകൂടിയത്. ഒരു അന്തരീക്ഷത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട സനോജ് ഒരു വളർന്നു വരുന്ന ഒരു അനുജനെ പോലെയാണ്
ഈ സമൂഹം എപ്പോഴും പറയുന്ന ഈ യുവാവ് വളരെ ആകസ്മികമായിട്ടാണ് കടന്നുപോയത്. സ്കൂളിലെ അന്തിമോപചാരത്തിന് ശേഷം NCC യൂണിറ്റിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി മാലൂർ സെന്റ് സ്റ്റീഫൻ കോളേജിൽ പൊതുദർശനത്തിന് വച്ചു. കൂടെ പഠിച്ചവരും ഒന്നിച്ച് പ്രവർത്തിച്ചുമായ കാഡറ്റുകളാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതുവഴി കടന്നുപോകുന്നത്. NCCയുടെ ഏറ്റവും NCC മേജർ ജനറൽ CP സിംഗ് ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ അന്തിമോപചാരം അർപ്പിച്ചു. ADGP മേജർ ജനറൽ CP സിംഗ്, ലഫ്റ്റനന്റ് ഡോക്ടർ PM കോശി, ഇപ്പോൾ വിളിച്ചമർത്തുന്നത് വിദ്യാഭ്യാസം മന്ത്രിക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസർ രാജു M. ഇപ്പോൾ സമർപ്പിക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് NCC ഡൽഹി സുബേദാർ മേജർ അഷ്റഫ്. കോട്ടയം ഗ്രൂപ്പിലെ വിവിധ ബറ്റാലിയനിലെ തുടർന്ന് വിലാപയാത്രയായി കുടുംബ വീടായ മുക്കോട്ടുമണ്ണിലേക്ക് കൊണ്ടുവന്നു. അവിടെയും വൻ ജനാവലിയായിരുന്നു ധനുഷിനെ ഒരു നോക്ക് കാണുവാനായി തടിച്ചുകൂടിയത്. തുടർന്ന് 12:30 പിതാവിന്റെ ശവകുടീരത്തിനടുത്തായി ചിതയൊരുക്കി സംസ്കരിച്ചു. ധനുഷിന്റെ അമ്മാവന്റെ മകനായ ആദിത്യനായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. ദുരൂഹതകൾ ബാക്കിവെച്ച് ധനുഷ് എന്നേക്കുമായി യാത്രയായപ്പോൾ ബാക്കി വെച്ചത് ഒരു പിടി നല്ല ഓർമ്മകൾ മാത്രം. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്, MLA KV ഗണേഷ് കുമാർ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, മാർ ദിവന്യസൂസ് മെത്രാപ്പൊലീത്ത, കൊട്ടാരക്കര MLA P ഐഷ പോറ്റി, കൊല്ലം RDO C സജീവ്, KLDC ചെയർമാൻ ബെന്നി കക്കാട്, KPCC ജനറൽ സെക്രട്ടറി G രജികുമാർ, ഫാദർ KV പോൾ, CR നജീബ്, BJP നേതാവ് സുഭാഷ് പട്ടാഴി, N ജഗദീശൻ, ABVP സംസ്ഥാന സെക്രട്ടറി A പ്രസാദ് തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിരവധി പേർ ധനുഷിന് അന്ത്യോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ധനുഷിന്റെ മരണത്തെ സംബന്ധിച്ച ദുരൂഹത പുറത്തു കൊണ്ടുവരാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് തടഞ്ഞു. കൊല്ലം RDO സ്ഥലത്തെത്തി ചർച്ചകൾ നടത്തിയ ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. മരണത്തിലെ ദുരൂഹത ഇനിയും അകറ്റാത്തതിലും സർക്കാർ പ്രതിനിധികൾ ആരും എത്താത്തതിനെ തുടർന്നും ധനുഷിന്റെ മൃതദേഹം മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞു. ദുരൂഹ സാഹചര്യത്തിൽ ധനുഷിന് മരണം സംഭവിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നും ജനപ്രതിനിധികൾ ആരും എത്താത്തതിനെ തുടർന്നുമാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കൊല്ലം RDO C സജീവ് സ്ഥലത്തെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും അടുത്ത ക്യാബിനറ്റിൽ തന്നെ ധനുഷിന്റെ കുടുംബത്തിന് ധനസഹായം നൽകാൻ തീരുമാനങ്ങളെടുക്കുമെന്നും മരണത്തിന് പിന്നിലെ ദുരൂഹത ഉടൻ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരുമെന്നും ഉറപ്പു നൽകി. ഒരു സൈനികന് തുല്യമായിട്ടുള്ള ഒരു കേഡറ്റ് മരണപ്പെടുമ്പോൾ ബന്ധപ്പെട്ട RDO അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയില്ല, തഹസീൽദാർ കൂടി എത്തിയിട്ടില്ല. അതാണെന്ന് മനസ്സിലാക്കുക. ഒരു മരണം സംസ്കരണം നടക്കുന്ന തീർച്ചയായിട്ടും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ആദരവുണ്ട്. ആദരസൂചകമായിട്ട് തന്നെ ഞങ്ങളിവിടെ ഇല്ലില്ല, ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായതിനു ശേഷമാണ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതാണോ ഈ സർക്കാരിന്റെ നിലപാടെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതൊരു തർക്കത്തിന്റെ വിഷയം, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ല, കേഡറ്റിനുള്ള ആദര സൂചകമായിട്ട് തന്നെയാണ്. നിങ്ങളുടെ പ്രതിഷേധം ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങളുടെ വികാരം ഞാൻ മാനിക്കുന്നു. പക്ഷേ ഈ കേഡറ്റിനുള്ള ആദരവും ആ ബഹുമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഡിസ്ട്രിക്ട് ഭരണകൂടത്തിന് വേണ്ടി ജില്ലാ കളക്ടർക്ക് വേണ്ടി RDO എന്ന നിലയിൽ ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വരുന്ന എൻ്റെ വേയിൽ ഓരോ നിമിഷവും ജില്ലാ കളക്ടറുമായിട്ടും മറ്റ് ഇതര ഭരണകൂടമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ പറയുന്നത് കളക്ടർ നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി ഈ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്.
എൻ്റെ അറിവെന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടുത്ത ദിവസം ഇവിടെ സാറേ ഈ ഉറപ്പുകൾ ഞാൻ പറയാം എങ്ങനെ ഉറപ്പ് സാറേ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഒരു സൈനികനോ ഇതുപോലെ ഒരു കേഡറ്റോ സാധാരണ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരു MP അവിടെ എത്തും, MLA എത്തും, ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ മുഴുവൻ അവിടെ എത്തും, അവിടെ രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടുകളാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ സാറ് കാണിച്ചെന്താണ്, അല്ലെങ്കിൽ ഭരണകൂടം കാണിച്ചെന്താണ് ഞങ്ങൾ ചോദിക്കുന്നത്? ഇവിടെ പ്രതിഷേധം ഉണ്ടായില്ലായിരുന്നെങ്കിൽ സാർ ഇവിടെ വരുമോ? ഇപ്പൊ ബോഡി എടുത്താനേ ഇവിടുന്ന് ഞങ്ങൾ ബോഡി എടുക്കരുത് എന്ന് ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ബോഡി എടുക്കാനേ. അതുകൊണ്ട് ഈ സർക്കാരിനെ ഈ ജവാനോടുള്ള അല്ലെങ്കിൽ കേഡറ്റിനോടുള്ള അനാദരവാണുള്ള പ്രകടമായിട്ടുള്ളത്. സാർ അതിനെ എത്ര ന്യായീകരിച്ചാലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ സാറിന് ബന്ധമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഈ അന്വേഷണവും വഴിമുട്ടി നിൽക്കുന്നു, കുടുംബത്തിന് യാതൊരു ആശ്രയമില്ല, ഈ കാര്യങ്ങൾ വ്യക്തമാവുന്നില്ല. സാറൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഒരവസ്ഥയിൽ സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം തന്നെ ഈ കേഡറ്റിനോട് അനാദരവും പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം? സാർ പറ. എവിടെയെങ്കിലും ഒരു മരണം ഇങ്ങനെ ഒരു കേഡറ്റിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലക്ഷക്കണക്കിന് രൂപ സഹായം കാല് തെറ്റി ആറ്റി വീഴുന്നവർക്ക് സഹായം കൊടുക്കുന്നു. ജില്ലാ കളക്ടർ, സംസ്ഥാന മുഖ്യമന്ത്രി 3 ദിവസം, ഇന്ന് 2 ദിവസമായിട്ട് സാറ് മനസ്സിലാവണം. ജില്ലാ കളക്ടർ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് സംസാരിച്ച് തൊട്ടടുത്ത ക്യാബിനറ്റിൽ ഇത് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. സാർ ഇതാണ് ഇന്നത്തെ നിലപാടെങ്കിൽ എങ്ങനെ സഹായം കിട്ടുമെന്നാ സാർ പറയുന്നത്? നല്ല ബോധ്യമുണ്ട്. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കുന്നില്ല. ഇതിനകത്തിലെ ഉറപ്പുകൾ ഞങ്ങളൊന്ന് അറിയട്ടെ, അതിനുശേഷം അടക്കാം. ഒരു ഉറപ്പില്ല. മീറ്റിംഗ് വരും, ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? സാർ അടിയന്തരമായിട്ട് സർക്കാരിനോട് ബന്ധപ്പെട്ടിട്ട് ഇതിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാൻ സാർ പറയണം. സാറത് വളരെ കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട് ബോഡി എടുത്താൽ മതി. ഇത് ഞങ്ങൾക്ക് എന്ത് വന്നാലും എന്ത് വിഷയം ഉണ്ടായാലും ഞങ്ങളിത് സമ്മതിക്കത്തില്ല. എന്ത് മര്യാദ ഇത്? ഒരു സൈനികനോട് നാളെ വളർന്നു വരേണ്ട സൈനികനോട് ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി മറ്റുള്ള ആളുകളൊക്കെ വരുന്നത്. എന്തൊരു സാമാന്യ മര്യാദ? ഭീകരന്മാർക്ക് കോടിക്കണക്കിന് രൂപ ചെലവിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കേഡറ്റിന്റെ മൃതശരീരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല. അത് തീർച്ചയായിട്ടും. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ധനുഷിന്റെ കുടുംബത്തിന് ധനസഹായവും സഹോദരിക്ക് ജോലിയും പരിഗണനയിലെന്ന് മന്ത്രി അബ്ദുറബ്ബ്. NCC ക്യാമ്പിൽ ഉണ്ടാകുന്ന അപകട മരണങ്ങൾ ജാഗ്രതയോടെ കാണേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടന്നത്. രാത്രി തന്നെ എനിക്ക് വിവരം കിട്ടി. അന്നേരം തന്നെ അവിടെ ഉള്ള സൈറ്റിലുണ്ടായിരുന്ന NCC ഓഫീസർമാരുമായിട്ടും അവരുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടൊക്കെ സംസാരിച്ചു. രാത്രിയാണ് ബോഡി ഇവിടെ എത്തിയത്. ധനസഹായവും സഹോദരിക്ക് ജോലിയും പരിഗണനയിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ അറിയിച്ചു. മരണമടഞ്ഞ ധനുഷിന്റെ അമ്മയെയും സഹോദരിയെയും ബന്ധുക്കളെയും സാന്ത്വനപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരണത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ക്യാബിനറ്റ് കൂടി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് ധനസഹായവും സഹോദരിക്ക് ജോലി എന്നിവയെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. NCC ക്യാമ്പിൽ ഉണ്ടാകുന്ന അപകട മരണങ്ങൾ ജാഗ്രതയോടെ കാണേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. NCC ക്യാമ്പിനിടെ വിദ്യാർത്ഥി വെടിയേറ്റു മരിച്ച സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് KB ഗണേഷ് കുമാർ MLA. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. NCC പരിശീലനത്തിനിടെ ദുരൂഹ സാഹചര്യത്തിൽ ധനുഷ് കൃഷ്ണൻ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് സ്ഥലം MLA KB ഗണേഷ് കുമാർ പറഞ്ഞു. സംഭവത്തെപ്പറ്റി മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും വിശദമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നും ഇതിന് ആത്മഹത്യയായി തീർക്കാനുള്ള ഒരു ശ്രമം ചില ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് അത്തരത്തിൽ തള്ളിക്കളയാവുന്നൊരു വിഷയമല്ല. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ ഈ വിവരം പുറത്തു വന്ന ഉടൻ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായി ബന്ധപ്പെട്ടു. രണ്ടുപേർക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കത്ത് നൽകി നടപടിയെടുക്കുമെന്ന് ഉറപ്പു വന്നിട്ടുണ്ട്. കാരണം ഇക്കാര്യത്തിൽ ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷിക്കുന്നതാണ് കോഴിക്കോട് കമ്മീഷനിൽ എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലുപരി ഒരു നല്ല നിലയിലുള്ള ഹയർ ലെവലിലൊരു അന്വേഷണം ഇതിൽ ആവശ്യമാണ്. കാരണം ഈ കുട്ടിയെ സംബന്ധിച്ച് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാം, ഈ കുടുംബത്തിൽ ഈ പറയുന്ന പോലെ ആത്മഹത്യ എന്നൊരു സാഹചര്യം ഈ കുഞ്ഞിനില്ല. കാരണം അവൻ വളരെ സന്തോഷകരമായൊരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ്. അച്ഛൻ ഇല്ല എന്നുള്ള ആ ഒരു അസുഖം മൂലം അദ്ദേഹം 2 വർഷം മരിച്ചു. അതിനുശേഷം ഈ കുടുംബം നല്ല നിലയിൽ സന്തോഷകരമായി ജീവിക്കുന്നത്. അമ്മ ഒരു പഞ്ചായത്ത് മെമ്പറും വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് സംതൃപ്തനും NCCയിൽ നല്ല നിലയിൽ ഉയർന്നു വരുന്ന വളരെ സ്വപ്നങ്ങളുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിനുള്ള തരത്തിലുള്ള പ്രചരണം ആ മരിച്ചുപോയ ആത്മാവിനും
അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം വളരെ നാട്ടുകാർക്കും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് RDO സ്ഥലത്തെത്തിയത്. ഇതിൽ നിന്നും മൃതദേഹത്തോടുള്ള അനാദരവ് വ്യക്തമാണെന്നും MLA പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും വരായിരുന്ന തെറ്റായ നടപടിയാണ്. നാട്ടുകാർ പ്രതിഷേധിച്ച് RDO വിളിച്ചു വരുത്തേണ്ടി വരുന്ന ഒരവസ്ഥ നാണക്കേടാണ്. അത് വേണ്ടിയിരുന്നില്ല, അവരിടപെടേണ്ടതാണ് ശരിക്കും. പക്ഷേ അടിയന്തര സഹായം പോലും എത്തിച്ചില്ല സർക്കാർ എന്നുള്ളത് പ്രതിഷേധമുണ്ട്. പക്ഷെ ഞങ്ങൾ നിർബന്ധമായും ഇത് ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെടുന്നു. അക്കാര്യത്തിൽ MLA എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് തുടർന്നുള്ള ഫോളോ അപ്പ് ഉണ്ടാകും. നിർബന്ധമായും ഈ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുക എന്നുള്ളത് ഒരു സാന്ത്വനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ധനുഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും സഹോദരിക്ക് ജോലിയും നൽകണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ധനുഷിന്റെ മരണത്തെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും K. സുരേന്ദ്രൻ. ധനുഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായവും സഹോദരിക്ക് ജോലിയും നൽകണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അടിയന്തരമായി ഇടപെടേണ്ട ഘട്ടത്തിൽ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ജനങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ കലക്ടറും അതുപോലെ RDO ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മരണകാരണം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞിട്ടില്ല. ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഒരു കാരണവുമില്ല. ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കാൻ ആദ്യം ഒരു ശ്രമം നടന്നു. പോലീസ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതാവാം എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. എന്നാൽ അത് ആത്മഹത്യയല്ല എന്ന് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ദുരൂഹത നീക്കാൻ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കുട്ടിയുടെ സഹോദരിക്ക് സർക്കാർ ജോലി തുടങ്ങിയ കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് BJP ആവശ്യപ്പെടുന്നു. ദുരൂഹ സാഹചര്യത്തിൽ ധനുഷ് മരിക്കാനിടയായ സാഹചര്യത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ് ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur.
പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. കിഴക്കൻ മേഖലയിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച പുലർച്ചെ ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും. കിഴക്കൻ മേഖലയിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി, RSS, വിശ്വഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പുനലൂർ, മുഹൂർത്തിക്കാവ്, ശിവൻകോവിൽ തുടങ്ങിയ കടവുകളാണ് പ്രധാനമായും ബലിതർപ്പണം നടക്കുന്നത്. കടവുകളുടെ തകർച്ച കിഴക്കൻ മേഖലയിൽ വ്യാപകമാണ്. ബലിതർപ്പണം നടന്നുവരുന്ന കടവുകൾ പോലും സംരക്ഷിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇത് ഏറെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് ബലിതർപ്പണം നടത്തുവാൻ പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും എത്താറുള്ളത്. ഇവിടെ എത്തുന്നവർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ക്രമീകരിച്ചിട്ടില്ല. ശിവൻകോവിലിലും മൂർത്തിക്കാവിലും നിരവധി ഹിന്ദു സംഘടനകളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. നമ്മുടെ പൂർവികരായിട്ടുള്ള മരിച്ചുപോയ പിതൃക്കൾ അവര് പ്രേതലോകത്തിൽ നിന്ന് അവര് ഈ ശുദ്ധികർമ്മങ്ങളാകുന്ന ബലിതർപ്പണമാകുന്ന ശുദ്ധികർമ്മങ്ങളിലൂടെ അവര് പിതൃലോകത്തിലേക്ക് മാറും. ആ പിതൃലോകത്തിൽ അവർ മാറിയാൽ അവർക്കും മോക്ഷത്തിനുള്ള അവസരം, അവർക്ക് ശ്രേയസ്സിനുള്ള അവസരം കിട്ടും. ഇത് ചെയ്യുന്ന അവരുടെ മക്കള്, കൊച്ചുമക്കള്, അങ്ങനെ വരുന്ന അവരുടെ ബന്ധുക്കൾക്ക് ഇവരുടേതായ ഒരു സുരക്ഷിതത്വം. പുനലൂർ. BMS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി കുളത്തൂപ്പുഴയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ചോഴിക്കോട് സമാപിച്ചു. വിവാദരഹിത കേരളം, വികസനോന്മുഖ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ പ്രചരണാർത്ഥമാണ് കുളത്തൂപ്പുഴയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കുളത്തൂപ്പുഴ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ BMS ജില്ലാ ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന് മാറി മാറി ഭരിച്ച ഇടതു വലത് മുന്നണികളുടെ ചെയ്തികളുടെ ഫലമായിട്ട് ഇന്ന് വിവാദങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു കേരള ജനത, അതിന്റെ ഭരണശിലാകേന്ദ്രത്തിലുള്ള നേതാക്കള് അഴിമതിയിൽ മുങ്ങിക്കുറിച്ച് നിൽക്കുന്നു. ഇന്ന് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രി വിവാദത്തിൽ പെടാത്തതായിട്ടുണ്ടോ? മന്ത്രിമാരല്ല, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഏതെങ്കിലും ഒരു പേഴ്സണൽ സ്റ്റാഫ് വിവാദത്തിൽ പെടാത്തതുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് വിവാദത്തിൽപ്പെടാത്തുണ്ടോ? ഇല്ലേ, ഇല്ല. ഈ രീതിയിൽ വിവാദങ്ങളിൽ പെട്ട് വട്ടം ചുറ്റുന്ന ഒരു മന്ത്രിസഭ, വികസന മുരടിപ്പ് അവരുടെ മുഖമുദ്രയായി മാറ്റിയിരിക്കുന്ന കേരള മന്ത്രിസഭ.
സംസ്ഥാനത്തെ അഴിമതിക്കുള്ള വേദിയാക്കി മാറ്റിയ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കേരളത്തിന് അപമാനമാണെന്നും മന്ത്രിമാരുടെ സ്റ്റാഫുകളും അഴിമതിയുടെ ആൾരൂപമായി മാറിയിരിക്കുകയാണെന്നും രാജേന്ദ്രൻപിള്ള പറഞ്ഞു. BMS കുളത്തൂപ്പുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ജയനേന്ദ്രകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ജനകേന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു. BMS പഞ്ചായത്ത് സമിതി സെക്രട്ടറി T ഗണേശൻ നയിക്കുന്ന ജാഥ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ചോഴിയക്കോട് സമാപിച്ചു. നേതാക്കളായ രവി പരമേശ്വരൻ, N രാജൻ, ഉണ്ണികൃഷ്ണൻ, വാസുദേവൻ, രാജേന്ദ്രൻ നായർ എന്നിവർ വിവിധ പ്രദേശങ്ങളിൽ സംസാരിച്ചു. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ആര്യങ്കാവ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ 24 മണിക്കൂർ നിരീക്ഷണം ആരംഭിച്ചു. വാണിജ്യ നികുതി, എക്സൈസ്, RTO ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. ആര്യങ്കാവ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ വിജിലൻസിന്റെ 24 മണിക്കൂർ നിരീക്ഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് വിജിലൻസ് ഡിവൈഎസ്പി V രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ഇൻസ്പെക്ടർമാരായ TK സനിൽകുമാർ, ജെറോം, ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചത്. വെള്ളിയാഴ്ച പകൽ 8 മണിക്ക് അടുത്ത ബാച്ചിന് ഡ്യൂട്ടി കൈമാറും. ആര്യങ്കാവ് വാണിജ്യ നികുതി, എക്സൈസ്, RTO തുടങ്ങിയ 3 ചെക്ക് പോസ്റ്റുകളിലും സംഘം പരിശോധന നടത്തുന്നുണ്ട്. പോക്കറ്റ് ക്യാമറ ഉപയോഗിച്ചാണ് സംഘം ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. വിജിലൻസിന്റെ വരവോടെ ഇന്ന് RTO ചെക്ക് പോസ്റ്റിൽ വരുമാനം 3 ഇരട്ടിയായി വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ദിവസവും 40,000 രൂപ വരുമാനം വരുന്ന RTO ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നിരീക്ഷണത്തിൽ ഇന്ന് 1,20,000 രൂപയായി വരുമാനം വർദ്ധിച്ചു. വേ ബ്രിഡ്ജിലൂടെ മുഴുവൻ വാഹനങ്ങളും കടത്തിവിട്ടതുകൊണ്ടാണ് ഇത്രയും തുക ലഭിച്ചത്. അമിത ലോഡുമായി എത്തിയ വാഹനങ്ങൾക്ക് പിഴയും ഈടാക്കി. കൂടാതെ ചെക്ക് പോസ്റ്റിൽ നിർത്താതെ പോയ വാഹനങ്ങൾ വിജിലൻസ് സംഘം പിന്തുടർന്ന് പിടികൂടുകയും പിഴ അടപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിലെ വിജിലൻസ് പരിശോധന അറിഞ്ഞ് 200-ൽ പരം വാഹനങ്ങൾ തമിഴ്നാട് അതിർത്തിയിൽ പലയിടങ്ങളിലായി നിർത്തിയിട്ടു. വൈകുന്നേരം പരിശോധന തീർന്ന ശേഷം അതിർത്തി കടക്കാൻ ഡ്രൈവർമാർ ശ്രമിച്ചെങ്കിലും ബ്ലോക്കിനെ തുടർന്ന് വാഹനങ്ങൾ ആര്യങ്കാവിൽ എത്തുകയായിരുന്നു. ചില ചരക്കു വാഹനങ്ങൾ നാഗർകോവിൽ വഴി തിരിച്ചുവിട്ടതായും വിവരമുണ്ട്. വരും ദിവസങ്ങളിൽ അതിർത്തി ചെക്ക് പോസ്റ്റിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ നടക്കാൻ സാധ്യത ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. NCP ജനജാഗ്രതാ യാത്രയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് RK ശശിധരൻപിള്ളയാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. NCP സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരമാണ് ആഗസ്റ്റ് 11 മുതൽ 13 വരെ തീയതികളിൽ കൊല്ലം ജില്ലയിൽ ജനജാഗ്രതാ ജാഥ സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലാ പ്രസിഡന്റ് RK ശശിധരൻപിള്ളയാണ് ജാഥ നയിക്കുന്നത്. 11-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കടയ്ക്കൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി പുനലൂരിലെത്തിയ ജാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. പുനലൂർ നഗരസഭാ കാര്യാലയത്തിന് മുൻപിലായി സജ്ജമാക്കിയ വേദിയിലാണ് സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ RK ശശിധരൻപിള്ള നന്ദി രേഖപ്പെടുത്തി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ ഏറാം പഠിക്കൽ ഉൾപ്പെടെയുള്ള പുലിക്കോടൻ നാരായണൻ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഉരുട്ടി കൊലപ്പെടുത്തി കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടി കൊലപ്പെടുത്തി എന്നുള്ള ആ ഒറ്റ കേസിൽ തന്നെ ഈ കരുണാകരൻ രാജിവെച്ച് പുറത്തുപോയി കോടതി വിധി അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വന്നതിന് ശേഷപ്പോൾ തിരിച്ചു മുഖ്യമന്ത്രി പലതവണയായി പോയി. സ്വീകരണ സമ്മേളനത്തിന് INNC സംസ്ഥാന സെക്രട്ടറി ആനന്ദക്കുട്ടൻ, ജില്ലാ ട്രഷറർ TR സന്തോഷ് കുമാർ, ജില്ലാ സെക്രട്ടറിമാരായ സുനിൽകുമാർ, ഷാഹുൽ ഹമീദ്, TE ചെറിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനകീയ കവിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ 16ന് സാംസ്കാരിക സമ്മേളനവും APJ അബ്ദുൽ കലാം അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിക്കും. സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്യും. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പുനലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ APJ അബ്ദുൽ കലാം അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യും. മണിയാർ രാജൻ രചിച്ച പരിസ്ഥിതി വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഹരിത തീർത്ഥം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അഡ്വക്കേറ്റ് K രാജു MLA നിർവഹിക്കും. ഇന്ന് മകരം മാസിക ജനകീയ കവിതാവേദിയും പുതിയ ഒരു ശ്രമത്തിന്റെ മുന്നോടിയിലാണ്. അതായത് പുസ്തക പ്രസാദന രംഗത്തേക്ക് ഞങ്ങൾ കാൽവെച്ചിരിക്കുകയാണ്. മകരം ബുക്സ് എന്നുള്ള പുസ്തക പ്രസിദ്ധീകരണ പ്രസാദന രംഗത്തേക്ക് കാൽവെച്ച ഞങ്ങൾ ആദ്യമായി മകരം ബുക്സിന്റെ പേരിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം നമ്മുടെ ഒരു പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒരു സജീവ സാന്നിധ്യവുമായ ശ്രീ മണിയാർ രാജൻ എന്ന് പറയുന്ന ഒരു കർഷക സുഹൃത്ത് എഴുതിയ ഹരിതതീർത്ഥം എന്ന ഒരു ഗ്രന്ഥത്തിന്റെ പ്രകാശനം 16/8/2015 ഞായറാഴ്ച 2 മണിക്ക് പുനലൂർ NSS മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. മുൻ MLA പുനലൂർ മധു പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ഗാന്ധിയനും ജീവകാരുണ്യ പ്രവർത്തകനുമായ വർഗീസ് പട്ടാഴി, ഗണിത സാഹിത്യകാരൻ AK കുട്ടി, ചിത്രകാരൻ ആർട്ടിസ്റ്റ് വിജയൻ എന്നിവരെ SFCK ചെയർമാൻ C മോഹനൻപിള്ള ആദരിക്കും. പ്രൊഫസർ P കൃഷ്ണൻകുട്ടി, മുട്ടറ ഉദയഭാനു, ഡോക്ടർ ഷേർലി ശങ്കർ, ഡോക്ടർ KT തോമസ്, ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, രമ ബാലചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. തുടർന്ന് ചേരുന്ന കവിയരങ്ങ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്യും. കൈക്കുളങ്ങര സ്വാമിനാഥൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനകീയ കവിതാവേദി പ്രസിഡന്റ് KK ബാബു, ജനറൽ സെക്രട്ടറി ദാനിയൽ ജോൺ, മണിയാർ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. ശോഭ മെറ്റൽ സ്റ്റോർ. സ്റ്റീൽ, വെങ്കല പാത്രങ്ങൾ, പ്രസന്റേഷൻ സെറ്റുകൾ, നിലവിളക്കുകൾ, അന്ന അലൂമിനിയം പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ജാക്സൺ, ഐഡിയൽ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രഷർ കുക്കേഴ്സ്, പ്രീതി മിക്സി, പിജിയൻ ഓട്ടോമാറ്റിക് സ്റ്റൗ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡറുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇഷ്ടാനുസരണം യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ശോഭ മെറ്റൽ സ്റ്റോർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475 2222 280 94472 06383. പുഷ്പസൗന്ദര്യത്തിന്റെ വശ്യഭാവത്തെ മിഴികൾ കവരുമഴകോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു രാജി പുഷ്പവ്യാപാരം, പുനലൂർ. 30 വർഷത്തെ സേവന പാരമ്പര്യത്തിലൂടെ വിശ്വാസമാർജിച്ച ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഗോൾഡൻ റോസ്, ഊട്ടി റോസ്, ബാംഗ്ലൂർ റോസ്, ഓർക്കിഡ്, ഡച്ച് റോസ്, താമര, പെച്ചി, മുല്ല, ഫൈഡർ ബൊക്കെ, ബോഡി ബൊക്കെ, പ്രസന്റേഷൻ ബൊക്കെ, കാർ ഡെക്കറേഷൻ, പൂമാല, ബൊക്കെ, പൂച്ചെണ്ട്, റീത്ത് മുതലായവ ഉത്തരവാദിത്തത്തോടുകൂടി ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു. പാരമ്പര്യത്തിന്റെ തലയെടുപ്പോടെ രാജി പുഷ്പവ്യാപാരം നിങ്ങളോടൊപ്പം. രാജി പുഷ്പവ്യാപാരം, PO ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 98471 82419 9744 33536. വശ്യതയുടെ പുതുപുത്തൻ ഭാവങ്ങൾക്ക് നിറസാന്നിധ്യം വിളിച്ചോതി കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, പുനലൂർ. പ്രഭചുരിയും വസ്ത്രങ്ങളുടെ അത്യപൂർവ ശ്രേണിയിൽ നിന്ന് ഡൺഹിൽ, സിറ്റി, പാർക്ക്, കിങ് റിച്ചാർഡ്, ഇൻസ്പയർ, വി സ്റ്റാർ, MCR, റോഷ്നി, കിറ്റെക്സ്, രാംരാജ് എന്നീ ലോകോത്തര കമ്പനികളുടെ മുണ്ടുകൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, ചുരിദാർ പീസുകൾ, കൂടാതെ വിവാഹ പട്ടുസാരികൾ, ഫാൻസി സാരികൾ എന്നിവയും ലഭ്യമാണ്. അനുപമ സൗന്ദര്യം ഞങ്ങൾ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു. വിലക്കുറവ്, ഗുണമേന്മ, വിശ്വസ്തത ഞങ്ങളുടെ മാത്രം പ്രത്യേകത. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. കല്ലേലിൽ ടെക്സ്റ്റൈൽസ്. എന്റെ ഇക്ക, നിങ്ങളുടെ പ്രായമുണ്ടല്ലോ ടിവിക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഓ, ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എങ്ങോട്ടാ? RK സാരീസ്. അതെന്താ എപ്പോഴും RK സാരീസിലേക്ക്? വേറെ എത്രയോ കടകളുണ്ട് പുതിയതും പഴയതുമായിട്ട്. RK സാരീസിൽ ക്വാളിറ്റി സെലക്ഷനും മാത്രമല്ല, ഹോൾസെയിൽ റേറ്റിലാണ് തുണികൾ ലഭിക്കുന്നത്. ഇതൊക്കെ പരസ്യത്തിന് വേണ്ടി എല്ലാരും പറയുന്നതല്ലേ ഭാമേ? അല്ല മോഹനേട്ടാ,
വർഷങ്ങളായി ഹോൾസെയിൽ രംഗത്ത് പേര് കേട്ടവരാണ് ആർ കെ സാരീസ്. ഓരോ തുണിത്തരങ്ങളും ബൾക്കായി പർച്ചേസ് ചെയ്യുന്നോണ്ടാണ് ആർ കെ സാരീസിന് സാധിക്കുന്നത്. അപ്പൊ നീ പത്രത്തിൽ വരുന്ന മറ്റു കടകളുടെ വലിയ വലിയ ഓഫറുകളൊന്നും കാണാറില്ലേ? 500 രൂപ വിലയുള്ള തുണിക്ക് 1000 രൂപ കൂട്ടിയിട്ട് 300 രൂപ കുറച്ചു കൊടുക്കും. ഇതാണ് ഓഫർ. ഓ, അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ വഞ്ചിക്കപ്പെടുകയാണല്ലേ? ഇതൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി ഭാമേ? ഞങ്ങൾ സ്ത്രീകൾ എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് ഒരു കട ഉറപ്പിക്കൂ. അതാ ആർ കെ സാരീസിൽ ഇത്രയേറെ തിരക്ക്. വാങ്ങാം ആശ്ചിതൊക്കെ നിങ്ങളുടെ കൊച്ചു ബഡ്ജറ്റിൽ. ആർ കെ സാരീസ്, കൊല്ലം, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്. വാസ്തുശാസ്ത്ര രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും കഴിഞ്ഞ 20 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള അഞ്ചൽ രാജേന്ദ്ര സ്വാമികളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ: സ്ഥാനനിർണയം, കെട്ടിടങ്ങളുടെ പ്ലാനുകൾ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എസ്റ്റിമേറ്റ് ആൻഡ് സൂപ്പർവിഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ആരാധനാലയങ്ങളുടെ ഡിസൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, വാസ്തു കൺസൾട്ടിംഗ്. സ്വാമീസ് വാസ്തു ഡിസൈൻ കൺസൾട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈസ്റ്റ് HSS എതിർവശം, അഞ്ചൽ. ഫോൺ 9447340838. വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങല. പാവൂർ സത്രത്തിലാണ് തമിഴ്നാട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല തീർത്തത്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങല. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ പാവൂർ സത്രത്തിലാണ് തമിഴ്നാട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല തീർത്തത്. പാവൂർ സത്രം ഔവയ്യർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പാവൂർ സത്രം ടൌണിൽ മനുഷ്യച്ചങ്ങല തീർത്തത്. തീൻമേശയിൽ വിളമ്പുന്നത് വിഷമോ ആഹാരമോ എന്ന പ്ലക്കാർഡുകളുമായി സ്കൂളിൽ നിന്നും എത്തിയ കുട്ടികൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും നാട്ടുകാർക്കുമൊപ്പം മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. പരിപാടി തിരുനെൽവേലി ജില്ലാ കളക്ടർ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. தற்போது கேரள மாநிலத்திலிருந்து நஞ்சற்ற காய்கறிகளை நமது மாநிலத்திலிருந்து கொண்டு வருவதற்காக ஒரு நிர்பந்தத்தை ஏற்படுத்தியுள்ளால் இன்று மாவட்ட கலெக்டர் அவர்களின் தலைமையிலே இன்றைக்கு பவுச்சத்திரம் வட்டாரத்தில் 2 பள்ளிகளிலிருந்து மாணவர்களை இணைத்து மற்றும் உள்ளூர் பிரமுகர்கள் மற்றும் தலைவர்களை இணைத்து அந்தந்த துறைகள் சம்பந்தப்பட்ட அலுவலர்களுடன் இன்றைக்கு மனித சங்கிலி ஒரு விழிப்புணர்வாக நஞ்சற்ற காய்கறி விதைகளை எப்படி தயாரிப்பது என்பது பற்றியும் அதனால் விளையக்கூடிய தீமைகள் என்னென்ன என்பது பற்றியும் ஒரு சிறு துண்டு பிரசுரங்களையும் விநியோகம் செய்து நம்முடைய மாவட்ட கலெக்டർ അവர்கள் ഇதை തുടങ്ങി വെച്ചിട്ടുണ്ടാകൾ. അമിത അളവിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്നും കേരളത്തിന്റെ നിലവിലുള്ള ആശങ്ക അകറ്റണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. വിഷ പച്ചക്കറികൾ സംസ്ഥാനത്തെത്തുന്നത് തടയാൻ കേരളം കടുത്ത നടപടികൾ എടുത്ത സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ ബോധവൽക്കരണം ആവശ്യമാണെന്ന് സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ അതിർത്തി കടന്നെത്തുന്ന പച്ചക്കറികൾ പരിശോധിച്ചു വരികയാണ്. 26 വരെ പരിശോധന നീളുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 18 മുതൽ ആര്യങ്കാവിൽ പച്ചക്കറി സാമ്പിൾ പരിശോധിക്കാൻ സ്ഥിരം ലാബും പ്രവർത്തനം ആരംഭിക്കും. വിഷാംശം കണ്ടെത്തി വാഹനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാർക്കറ്റ് ബിൽ ഉപയോഗിച്ച് നിരോധനം അടക്കമുള്ള നടപടികളിലേക്ക് നീക്കുമെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. പഴം പച്ചക്കറികളിൽ നിരോധിതവും അല്ലാത്തതുമായ രാസവസ്തുക്കളുടെയും പെസ്റ്റിസൈഡിന്റെയും സാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ചെക്ക് പോസ്റ്റിൽ പരിശോധനകൾ സജീവമായിട്ടുണ്ട്. ഫെസ്റ്റിവൽ സീസണിൽ ബന്ധപ്പെട്ട് ന്യൂസ് ബ്യൂറോ തെന്മല. SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ PWD ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു.
TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി PWD ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കൊല്ലം തിരുമംഗലം റോഡിൽ പുനലൂർ പട്ടണത്തിലൂടെ വാഹനങ്ങൾക്കോ കാൽനട യാത്രക്കാർക്കോ സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളും കാടുമൂടി മണ്ണ് ഒലിച്ചുപോയി വലിയ കുഴികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇതുമൂലം അപകടങ്ങളും പതിവാണ്. പുനലൂർ പട്ടണത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അടങ്ങുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സീബ്ര ലൈൻ ഇല്ലാത്തതുകൊണ്ട് റോഡ് മുറിച്ചു കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. പുനലൂർ പട്ടണത്തിന്റെയും അനുബന്ധ പ്രദേശങ്ങളെയും റോഡിന്റെ ശോചനീയമായ അവസ്ഥ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് PWD അധികൃതർ. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് സുരക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പുനലൂർ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി PWD ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന ധരണ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. സീബ്ര ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് കാൽനട യാത്രക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യണം. കുട്ടികൾ മുതൽ മുതിർന്നവർ വയസ്സായ ആളുകൾ വരെ ഈ നടപ്പാതയിൽ ഇല്ലാത്തത് കാരണം പുനലൂർ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അതിലൂടെ ആക്സിഡന്റിൽ പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സീബ്ര ലൈൻ സ്ഥാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ PWD അധികാരികളാണ്. അവരെ കൊണ്ട് ഇത് ചെയ്യിക്കേണ്ടുന്ന ഉത്തരവാദിത്തം പുനലൂർ മുനിസിപ്പാലിറ്റിക്കാണ്. ഈ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഭാഗങ്ങളും കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. SC/ST മോണിറ്ററിംഗ് ജില്ലാ കമ്മിറ്റി അംഗം K രാഘവൻ കല്ലുമല അധ്യക്ഷത വഹിച്ചു. SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗം TN ഗോപി സ്വാഗതം പറഞ്ഞു. R അയ്യപ്പരാജൻ, A രാജൻ ഇളമ്പൽ, PK മണി, ചെല്ലമ്മ കൃഷ്ണൻ, K വത്സല, A രാഘവൻ, സാബു കുരിയോട്ടുമല, സീന വെഞ്ചേബ്, രുക്മിണി, ലത കുരിയോട്ടുമല, AG ബാബു, S രജിരാജ്, AK നസീർ, മണിയാർ ബാബു, മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, N സത്യൻ, സുമേഷ്, അഫിരാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരിശീലനത്തിനിടെ വെടിയേറ്റ് മരിച്ച NCC കേഡറ്റ് ധനുഷ് കൃഷ്ണയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. കുടുംബത്തിന് ധനസഹായവും സഹോദരിക്ക് ജോലിയും പരിഗണനയിലെന്ന് മന്ത്രി. ആര്യങ്കാവ് അതിർത്തി ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് പരിശോധന. പരിശോധനാ ദിവസം വരുമാനം 3 ഇരട്ടിയായി വർദ്ധിച്ചു. വിഷരഹിത പച്ചക്കറി ആവശ്യപ്പെട്ട് തമിഴ്നാട്ടിൽ വിദ്യാർത്ഥികളുടെ മനുഷ്യച്ചങ്ങല. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.